ഗൂഗിൾ തന്റെ വികസനത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചോ എന്ന ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ വിഷയം വളരെ സങ്കീർണവും നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതുമാണ്. ഇതുവരെ ഉയർന്നുവന്ന പ്രധാന ആരോപണങ്ങൾ: ഏകാധിപത്യം. ഗൂഗിൾ തന്റെ സെർച്ച് എഞ്ചിനും വിളംബര വ്യവസ്ഥയ്ക്കും ഏകാധിപത്യം സ്ഥാപിച്ച് മത്സരത്തെ തടയുന്നു എന്ന ആരോപണം. ഡാറ്റ സുരക്ഷ. ഗൂഗിൾ ഉപയോക്താക്കളുടെ ഡാറ്റ അനധികൃതമായി ശേഖരിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു എന്ന ആരോപണം. ബൗദ്ധിക സ്വത്തവകാശം. ഗൂഗിൾ മറ്റ് കമ്പനികളുടെ പേറ്റന്റുകളും കോപ്പിറൈറ്റുകളും ലംഘിക്കുന്നു എന്ന ആരോപണം. ഇത്തരം ആരോപണങ്ങൾ പല രാജ്യങ്ങളിൽ പല തലങ്ങളിൽ നടക്കുന്ന കേസുകളിലൂടെയാണ് ഉയർന്നുവരുന്നത്. ചില കേസുകളിൽ ഗൂഗിൾക്കെതിരായ തീർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. മറ്റ് ചില കേസുകളിൽ വിചാരണ തുടരുകയാണ്. എന്താണ് ഓർമ്മിക്കേണ്ടത്? നിയമ നടപടികൾക്ക് സമയമെടുക്കും. ഇത്തരം കേസുകളിൽ അന്തിമ തീർപ്പ് ഉണ്ടാകാൻ പലപ്പോഴും വർഷങ്ങളെടുക്കും. നിയമങ്ങൾ രാജ്യം പ്രകാരം വ്യത്യാസപ്പെടും. ഒരു രാജ്യത്ത് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം മറ്റൊരു രാജ്യത്ത് നിയമാനുസൃതമായിരിക്കാം. തീർപ്പുകൾ വ്യത്യാസപ്പെട്ടിരിക്കാം. ഒരു കേസിൽ ഗൂഗിൾ കുറ്റക്കാരനായി കണ്ടെത്തപ്പെട്ടാലും മറ്റൊരു കേസിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതിനാൽ ഗൂഗിൾ തന്റെ വികസനത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചോ എന്ന ചോദ്യത്തിന് നേരിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിയില്ല. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് സമീപകാല വാർത്തകൾ വായിക്കുകയും നിയമവിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എന്നെ സമീപിക്കുക. പ്രധാന കാര്യം: ഞാനൊരു ഭാഷാ മോഡൽ മാത്രമാണ്. എന്റെ ഉത്തരങ്ങൾ വിവരദാതാവായുള്ളതാണ്. നിയമപരമായ ഉപദേശത്തിന് ഒരു അഭിഭാഷകനെ സമീപിക്കുക.